പാചകവാതക വില വർധന ജനജീവിതം ദുസ്സഹമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും പറഞ്ഞു. വില കുത്തനെ കൂട്ടിയത് സമസ്ത മേഖലകളിലും വില വർധനവിന് കാരണമാകുമെന്ന് GR അനിൽ. രാജ്യത്ത് പാചകവാതക വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ മറവിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ ഇടയാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്താൻ പോവുകയാണ്. വലിയ തുകയുടെ വർധനവാണ്. 997 രൂപയുടെ 93 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് പാചകവാതകത്തിനുണ്ടാകുമ്പോൾ അത് സമസ്ത മേഖലയും ബാധിക്കും. തൊട്ടുപുറകെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പ്രതീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുക എന്നുള്ള അത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഇത്തരം നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാധാരണ ജീവിതം നയിച്ചു പോകുന്ന വരുമാനത്തിനനുസരിച്ച് അവരുടെ ജീവിതം നടത്തിപ്പോകുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് വന്നിരിക്കും, പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അതെല്ലാം വളരെ വലിയ ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ. ഇതുപോലുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള സമീപനമല്ല സ്വീകരിക്കുന്നത്. കമ്പനികളെ സഹായിക്കാനുള്ള നിലപാടാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ കാണുന്നത്. അത് പുനഃപരിശോധിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അല്ല, കുറയ്ക്കുക മാർഗം സബ്സിഡി കൊടുത്തുകൊണ്ടാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കണം. കമ്പനികളുമായി സംസാരിക്കണം. അവരുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി താൽക്കാലികമായി കൊടുത്തുകൊണ്ട് ഇത്തരം ഘട്ടത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട നിലപാടിനാണ് ഗവൺമെൻറ് ഊന്നൽ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു സർക്കാരുണ്ടോ എന്ന് ചോദിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ വില കൂടിയാലെന്താ, വില കുറഞ്ഞാലെന്താ? ട്രംപ് എന്തായാലും ഒപ്പിച്ചു വയ്ക്കുന്ന ഒരു പണിയെ ഇങ്ങനെ വീട്ടിൽ അടുക്കളയിലേക്ക് വന്നു. ട്രംപ് ഉണ്ടാക്കുന്ന പശ്ചിമേഷ്യയിലെ അസമാധാനത്തിൻ്റെ തിരകൾ